ഹായ് എവരിവൺ, വെൽക്കം ടു ആംഗ്ലോവേഴ്സ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എൻ്റെ പേഴ്സണൽ IELTS ജേണിയാണ്. 2020 കോവിഡിൻ്റെ ഇടയിലാണ് ഞാൻ IELTS പഠിച്ചത്. 1 month കോഴ്സായിരുന്നു. ആൻഡ് ആ ഒരു സമയത്ത് ഓരോ മൊഡ്യൂളിനും എന്തൊക്കെ സ്ട്രാറ്റജീസാണ് ഞാൻ യൂസ് ചെയ്തത്, ആൻഡ് അൾട്ടിമേറ്റ്ലി എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് ഒരു 8 band വിന്നർ ആവാൻ പറ്റിയത് എന്നൊക്കെയാണ് നമ്മളിന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പോകുന്നത്. കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ എൻ്റെ ഡിഗ്രി കഴിഞ്ഞ ഉടനെയാണ് ഞാൻ ജോയിൻ ചെയ്തത്. ആൻഡ് ആസ് എ ബിഗിനർ അത്ര എളുപ്പമുള്ളൊരു സംഗതിയായിട്ടൊന്നും ഒരിക്കലും എനിക്ക് തോന്നിയിട്ടില്ല IELTS എന്ന് പറയുന്നത്. ആദ്യമായിട്ട് എക്സ്പോസ്ഡ് ആയിട്ടുള്ള മൊഡ്യൂൾ എന്ന് പറയുന്നത് ലിസണിങ് ആയിരുന്നു. പക്ഷേ ലിസണിങ് സത്യം പറഞ്ഞൊരു ആശ്വാസമായിരുന്നു കേട്ടോ. കാരണം ഇപ്പോഴുള്ള സ്റ്റുഡൻസിനും മനസ്സിലാക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ ഉറപ്പിച്ച് പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ്, ആസ് കമ്പയർഡ് ടു ദ അതർ 3 modules ലിസണിങ് എളുപ്പമാണ്. ആൻഡ് ലിസണിങ് ഞാൻ എവറി ഡേ പ്രാക്ടീസ് ചെയ്യാറുണ്ടായിരുന്നു. സോ വൈൽ പ്രാക്ടീസിങ് ലിസണിങ് എനിക്ക് ഡെയിലി ആവറേജ് ആയിട്ട് കിട്ടിക്കൊണ്ടിരുന്ന സ്കോർ എന്ന് പറയുന്നത് ബിറ്റ്വീൻ 30 to 35 ആയിരുന്നു. പക്ഷേ എളുപ്പമാണെന്ന് പറയുമ്പോൾ തന്നെ MCQ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ്, ഓൾസോ മാപ്സ് എനിക്ക് കുറച്ച് ചാലഞ്ചിങ് ആയിരുന്നു. സോ ആ സമയത്തൊക്കെ ഞാൻ പർട്ടിക്കുലറായിട്ട് അതിന് തന്നെ കോൺസെൻട്രേറ്റ് ചെയ്താണ് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്നത്. ബട്ട് അൾട്ടിമേറ്റ്ലി ലിസണിങ് ഒരു വലിയ ചാലഞ്ച് ആയിരുന്നില്ല. പിന്നെ റീഡിംഗ് ആയിരുന്നു. ആൻഡ് റീഡിംഗ് ടു ബി പെർഫെക്റ്റ്ലി ഓണസ്റ്റ് ആദ്യമായിട്ട് ചെയ്തപ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ ഒന്ന് പേടിച്ചു, ഞെട്ടിപ്പോയി. കാരണം എനിക്ക് അത്ര കുറച്ച് ബോറിംഗ് ആയിരുന്നു, നമുക്ക് എല്ലാവർക്കും അറിയാം. ആൻഡ് ചില ക്വസ്റ്റ്യൻസ് മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. 3 പാസേഴ്സ് 1 മണിക്കൂർ ചെയ്യാനായിട്ട് അതിൻ്റേതായ പ്രശ്നങ്ങളുണ്ടായിരുന്നു. സോ ഒരു സ്ട്രഗ്ലിംഗ് ഫേസ് നല്ല രീതിയിൽ കുറച്ച് ദിവസമെങ്കിലും എനിക്ക് റീഡിങ്ങിൻ്റെ കാര്യത്തിലുണ്ടായിരുന്നു. ആൻഡ് ആവറേജ് റീഡിങ്ങിന് എനിക്ക് 25 to 30 ആ ഒരു സ്കോറാണ് കിട്ടിക്കൊണ്ടിരുന്നത്. ബട്ട് റീഡിങ് എനിക്ക് ആക്ച്വലി നല്ല രീതിയിൽ പിന്നെ ബെറ്റർ ആക്കാൻ പറ്റി. എനിക്ക് എക്സാമിന് ഇൻഡിവിജ്വലായിട്ട് 8.5 ഉണ്ടായിരുന്ന ഒരു മൊഡ്യൂളാണ് റീഡിങ്. അതിന് മെയിൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഐ ഹാഡ് ആൻ അമേസിംഗ് ട്യൂട്ടർ എന്നുള്ളതാണ്. എൻ്റെ ട്യൂട്ടർ കൃത്യമായിട്ട് എവറി ഡേ, ഫോർ എക്സാമ്പിൾ എനിക്ക് 40-25 കിട്ടിയെന്നായിരിക്കാം. അപ്പോൾ 15 തെറ്റിപ്പോയിട്ടുണ്ടല്ലോ. സോ തെറ്റിപ്പോയ 15 ഏതൊക്കെയാണ്, അതെന്തുകൊണ്ട് തെറ്റിപ്പോയി, അതെന്ത് ചെയ്യണമായിരുന്നു, എന്ത് ചെയ്യരുതായിരുന്നു, ഇതുപോലത്തെ ക്വസ്റ്റ്യൻസിൻ്റെ പാറ്റേൺ എന്താണ്, ഇനി ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ എങ്ങനെ നേരിടണം എന്നൊക്കെ ഇൻഡെപ്ത് ആയിട്ട് അനാലിസിസ് പറഞ്ഞു തരുന്നുണ്ടായിരുന്നു. ഇത് കൃത്യമായിട്ട് ഉപയോഗിച്ചുകൊണ്ട് തന്നെ ബൈ ദ ടൈം ഐ റോട്ട് ദി എക്സാം ഐ ഹാഡ് ആൻ 8.5. വെൻ ഇറ്റ് കംസ് ടു IELTS റൈറ്റിംഗ് എൻ്റെ ടേക്ക് ഓഫ് അത്ര ഗംഭീരമായിരുന്നില്ല. കാരണം ഞാൻ കാര്യമായിട്ട് എൻ്റെ ട്യൂട്ടർ എനിക്ക് പറഞ്ഞ റൂൾസ് പാലിച്ചിട്ടുണ്ടായിരുന്നില്ല. ഞാൻ വളരെ സംതൃപ്തിയോടെ എഴുതിയ എസ്സേസിനൊക്കെ 6 band അല്ലെങ്കിൽ 5.5 കിട്ടുന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത് IELTS റൈറ്റിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ സ്കൂളിൽ എസ് എഴുതുന്ന പോലെയല്ല. ഇതിന് കൃത്യമായിട്ട് ഓരോ പാരഗ്രാഫുകളിന് അതിൻ്റെതായ മോട്ടീവ് ഉണ്ട്, റൂൾസ് ഉണ്ടെന്നൊക്കെ. സോ 2 ടാസ്ക് 1, ടാസ്ക് 2 ടാസ്ക് 1 കുറച്ച് പേടി ഉണ്ടായിരുന്നെങ്കിൽ പോലും പതിയെ എക്സാം ആയപ്പോഴേക്കും അത് ഓക്കെ, കാരണം നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്യുന്നുണ്ടായി. ടാസ്ക് 2 ഞാൻ എവറി ഡേ എസ് എഴുതി വാലുവേഷൻ നടത്താറുണ്ടായിരുന്നു. എൻ്റെ വാലുവേഷൻ ഏറെക്കുറെ 10 minutes 15 minutes ട്യൂട്ടർ എടുത്ത് പറഞ്ഞു തരാറുണ്ടായിരുന്നു. എന്തൊക്കെയാണ് മിസ്റ്റേക്ക്, ഇതെങ്ങനെ ഇമ്പ്രൂവ് ചെയ്യണം, ഏതൊക്കെ സിനോണിംസ് നമുക്ക് യൂസ് ചെയ്യാം, ഓവറോൾ എസ്സേയുടെ ആ ഒരു ഗ്രാഫ് നമുക്ക് കൂട്ടാനായിട്ട് എങ്ങനെയൊക്കെ മാനേജ് ചെയ്യണം എന്നൊക്കെ കൃത്യമായിട്ട് പറഞ്ഞു തന്നുകൊണ്ട് തന്നെ റൈറ്റിംഗ് ബെറ്റർ ആയിരുന്നു. കിരൺ മക്കാറിൻ്റെ റൈറ്റിംഗ് മെറ്റീരിയലാണ് ഞങ്ങൾ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് പഠിക്കുന്നതിൻ്റെ ഭാഗമായിട്ട്. എല്ലാ ദിവസവും റൈറ്റിംഗ് ചെയ്യുന്നതിനൊപ്പം തന്നെ കൃത്യ നമ്പർ ക്വസ്റ്റ്യൻസ് ഞങ്ങൾ ഡിസ്കസ് ചെയ്യാറും കൂടി ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എക്സാമിൻ്റെ സമയപ്പോഴേക്കും വേണ്ട രീതിയിൽ എക്യുപ്ഡ് ആയിരുന്നു ഏതൊരു ടൈപ്പ് ക്വസ്റ്റ്യൻ വന്നാലും ചെയ്യാനായിട്ട്. എഗ്രി ഡിസഗ്രിയാണ് ഏറ്റവും കൂടുതൽ പ്രാക്ടീസ് ചെയ്തത്. എക്സാമിന് വന്നതും എഗ്രി ഡിസഗ്രി ആയിരുന്നു. ഫൈനലി ദ സ്പീക്കിംഗ് മൊഡ്യൂളിൽ ഒരു പരിധി വരെ കോൺഫിഡൻസും പ്രസൻറ്റേഷൻ സ്കിൽസും കമ്മ്യൂണിക്കേഷൻ സ്കിൽസും വെച്ചും പിടിച്ചിരുന്ന ഒരാളാണ് ഞാൻ. അതിനോടൊപ്പം തന്നെ കൃത്യമായിട്ട് പ്രാക്ടീസ് ഉണ്ടായിരുന്നു. എവറി ഡേ ഒരു 50 minute സെഷൻ എനിക്ക് സ്പീക്കിങ്ങിന് കിട്ടുന്നുണ്ടായിരുന്നു. സോ ഈ സെഷൻ്റെ ഇടയിൽ പാർട്ട് 1, 2, 3 കൃത്യമായിട്ട് കവർ ചെയ്ത് പോകാനും മോർ ദാൻ ഗ്രാമർ അല്ലെങ്കിൽ സംസാരത്തിലുള്ള ലെക്സിക്കൽ റിസോഴ്സസ് കുറച്ചുകൂടി എത്രത്തോളം ഫ്ലൂവൻസിയും പ്രൊനൗൺസിയേഷനും നമ്മൾ പറയുന്ന കോണ്ടൻറ്റിൻ്റെ വാല്യൂ കൂടി നോക്കിയിട്ടുള്ള ഫീഡ്ബാക്കാണ് എനിക്ക് കിട്ടിക്കൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ കുറച്ചുകൂടെ ഡിഫറൻ്റ് ആയിട്ട് നമ്മുടെ എക്സാമിനറിൻ്റെ മുമ്പിൽ പ്രസൻറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള കഥകൾ പാർട്ട് 2 പാർട്ട് 1 പാർട്ട് 3 എനിക്ക് പറയാനുണ്ടായിരുന്നു. അത് അൾട്ടിമേറ്റ്ലി എനിക്ക് ഉപകാരം ചെയ്തിട്ടുണ്ട്. ബട്ട് ഇപ്പോൾ ഒരു സ്റ്റുഡൻറ്റിനെ സംബന്ധിച്ചിടത്തോളം സ്പീക്കിങ്ങിന് ഹൈ സ്കോർ വാങ്ങണമെങ്കിൽ എവറി ഡേ പ്രാക്ടീസ് പ്ലസ് എക്സ്ട്രീംലി സ്പെസിഫിക് ആയിട്ടുള്ള ഫീഡ്ബാക്ക് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും നല്ല രീതിയിൽ ഉപകാരപ്പെടുന്നതാണ് ഇപ്പോഴും ഞാൻ വിശ്വസിക്കുക. സോ 4 modules ഈ ട്രീറ്റ്മെൻറ്റ് കൊടുക്കുമ്പോൾ തന്നെ എൻ്റെ കൊളീഗ്സിനില്ലാത്ത ചെറിയൊരു അഡ്വാൻറ്റേജ് എനിക്കുണ്ടായിരുന്നു. അത് മെയിനായിട്ട് ഇംഗ്ലീഷ് ലാംഗ്വേജിലുള്ള എക്സ്പോഷർ ആയിരുന്നു. ചെറുപ്പം മുതൽ ഇംഗ്ലീഷ് സിനിമകൾ ഞാൻ കാണാറുണ്ടായിരുന്നു. എൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്ന വേറൊരു കുട്ടി ഇംഗ്ലീഷ് പത്രങ്ങൾ വായിച്ചിട്ടുള്ള എക്സ്പോഷറിൽ നിന്ന് റൈറ്റിങ്ങിന് നല്ല രീതിയിൽ സ്കോർ വാങ്ങുന്നുണ്ടായിരുന്നു. സോ നിങ്ങൾക്ക് യൂട്യൂബ് ചാനൽസ് കണ്ടോ, മൂവീസ് കണ്ടോ, അല്ലെങ്കിൽ ഇതുപോലത്തെ എക്സ്പോഷർ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒരു ആഡഡ് അഡ്വാൻറ്റേജ് ആയിരിക്കും വൈൽ ദ ടൈം യു ബിഗിൻ യുവർ ക്ലാസ്സസ്. ബട്ട് അത് മാത്രം പോരാ, ഇതിനോടൊപ്പം തന്നെ എന്താണ് ചെയ്യേണ്ടത്, എന്താണ് ചെയ്യരുതാത്തത്, അൾട്ടിമേറ്റ് മെത്തഡോളജി എന്താണ്, ഓർ ഇൻ സിമ്പിൾ വേർഡ്സ് ടിപ്സ് ആൻഡ് ട്രിക്സ് എന്താണെന്നുള്ളൊരു കൃത്യമായിട്ടുള്ള ഗൈഡൻസ് കൂടി ഉണ്ടെങ്കിലാണ് നിങ്ങൾ വിചാരിക്കുന്നതിനേക്കാളും സ്കോർ അൾട്ടിമേറ്റ്ലി ഒരു 7.5, 8, 8.5 നിങ്ങൾക്ക് എത്താൻ പറ്റുള്ളൂ. എക്സാമിൻ്റെ റിസൾട്ട് വന്നപ്പോൾ എനിക്ക് ഓവറോൾ 8 band ഉണ്ടായിരുന്നു. ആൻഡ് ആ ഒരു സമയത്ത് കിട്ടിയ കോൺഫിഡൻസ് വളരെ വലുതായിരുന്നു. പിൽക്കാലത്ത് ഒരു ട്യൂട്ടർ ആയപ്പോഴും
അല്ലെങ്കിൽ ആംഗ്ലോവേഴ്സ് സ്റ്റാർട്ട് ചെയ്ത് ഇവിടുത്തെ ടീച്ചേഴ്സിനെയും ഇവിടുത്തെ സ്റ്റുഡൻസിനെയും ഡയറക്റ്റായിട്ട് ട്രെയിൻ ചെയ്തപ്പോഴും ഞാൻ യൂസ് ചെയ്ത പ്ലേ ബുക്ക് എന്ന് പറയുന്നത് എൻ്റെ പഠനകാലത്ത് എനിക്ക് കിട്ടിയ ഒരു ഗൈഡൻസ് തന്നെയാണ്. ഇതൊക്കെയാണ് ഇവഞ്ച്വലി ഒരു ട്യൂട്ടർ എന്നുള്ള നിലയ്ക്കും ഓൾസോ അൾട്ടിമേറ്റ്ലി ആംഗ്ലോവേഴ്സിൻ്റെ ബർത്തിലേക്കും നയിച്ച ഫാക്ടേഴ്സ്. ഇതിനോടൊപ്പം തന്നെ ഇതിന് ശേഷമുള്ള മനസ്സിൽ ആംഗ്ലോവേഴ്സിൻ്റെ ഒരു എസ്റ്റാബ്ലിഷ്മെൻറ്റിൽ എന്തൊക്കെ സംഭവിച്ചു, ഓൾസോ ഹൗ വി ആർ കറൻ്റ്ലി എക്യൂപ്പിംഗ് അവർ സ്റ്റുഡൻസ് ടു ബിക്കം എൻ 8 ബാൻഡ് വിന്നർ ജസ്റ്റ് ലൈക്ക് മീ എന്നുള്ളത് വരുന്ന വീക്കുകളിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. സോ സീ യു ലേറ്റർ.